ഹായ് എല്ലാവർക്കും ബാംഗ്ലൂർ മല്ലുവിലേക്ക് സ്വാഗതം. ആദ്യത്തെ വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിൽ ഇതിൻ്റെ കണ്ടന്റ് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അതുകൂടാതെ ബെല്ലൈക്കൺ ഒന്ന് മുട്ടിച്ചേക്കുക. അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത കണ്ടന്റ് മുതൽ പരിഹാരം ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിപ്പോൾ ബാംഗ്ലൂരാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാസം മുന്നേ വരാട്ട് ശോകമായിരുന്നു. വെള്ളമില്ലായ്മ, ചൂട്, വരൾച്ച അങ്ങനെ പലതും സഹിക്കേണ്ടി വന്നെങ്കിലും ഇപ്പോൾ ഇവിടെ കനത്ത മഴയാണ്. ഇന്നലെ രാത്രി ഇവിടുത്തെ മഴയിൽ ഒരു വാട്ടർ റൈഡൊക്കെ കഴിഞ്ഞ് എൻ്റെ ബ്രദറിനെ അവൻ്റെ ഫ്ലാറ്റിൽ സുരക്ഷിതമായി എത്തിച്ചപ്പോൾ രാത്രി ഒരു 12:30 ആയി കാണും ഗൈസ്. അങ്ങനെ അവൻ്റെ നിർബന്ധപ്രകാരം അവിടെ കിടന്നിട്ട് ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് അവനോടൊരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ഇതാ തിരിച്ചു പോകുന്ന വഴിയാണ്. എന്തായാലും എൻ്റെ ക്ലീശ കഥ പറഞ്ഞ് നിങ്ങളേറെ ഞാൻ ബോറടിപ്പിക്കാൻ നിൽക്കുന്നില്ല. നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് തിരിച്ചു വരാം. ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായതും ഇപ്പോൾ റോക്കറ്റിൽ കയറി ചന്ദ്രനിലേക്ക് വിട്ടതുമായ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ കാര്യമാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടി കാണും. ഞാൻ ഉദ്ദേശിച്ച അദ്ദേഹത്തിന് തന്നെയാണ്. നമ്മുടെയും MVDയുടെയും എല്ലാം പ്രിയങ്കരനായ സഞ്ജു ടെക്കിയെക്കുറിച്ചാണ്. അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ. സഞ്ജു ടെക്കിയോട് എല്ലാവർക്കും ഒരേപോലെ വ്യക്തിപരമായ വിരോധം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വ്യക്തിപരമായിട്ടുള്ള വിരോധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവൻ ഇങ്ങനൊരു പണി കിട്ടിയപ്പോൾ എല്ലാവർക്കും അതൊരു ആഘോഷമാണ്. വേറൊന്നും കൊണ്ടല്ല, ഇവൻ്റെ പെട്ടെന്നുള്ള ഉയർച്ചയിൽ അസൂയുള്ളത് കൊണ്ടാകാം. വെറും വായിട്ട് അലച്ച് അതിനെ വീഡിയോ ആക്കി യൂട്യൂബിലിട്ട് നാട്ടുകാരെയും നൊട്ടക്കാരെയും എല്ലാവരെയും വെറുതെ പറപ്പിച്ചുകൊണ്ട് സിമ്പിളായി പൈസ ഉണ്ടാക്കി ഇത്രയും ഉയർന്നത് കാണുന്നത് ശരിക്കും എല്ലാവർക്കും അതൊരു അസൂയ ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. നമ്മളൊക്കെ ഇവിടെ കോർപ്പറേറ്റ്സിൻ്റെ ആട്ടും തുപ്പും കേട്ട് 9 to 6 വർക്കിംഗ് ഹവേഴ്സിൽ നമ്മൾ പണിയെടുത്ത് ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ കുത്തിയിരുന്ന് ഇത്രയും പണിയെടുത്തിട്ട് നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് ജസ്റ്റ് വീഡിയോ ഇട്ട് ടപ്പേ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത് കാണിക്കുന്നത്. അവൻ്റെ ഈ ഉയർച്ചയിൽ എല്ലാവർക്കും അസൂയ കാണും. ആ ഒരു അസൂയയുടെ പുറത്താണ് ഇവനിപ്പം ഈ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഇവനെതിരെയായിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ വിചാരമെങ്കിലും ഞാൻ ഒരിക്കലും അതിനൊന്നും വരത്തില്ല. കാരണം ഇത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. അസൂയ തോന്നാനാണെങ്കിൽ പലരോടും നമുക്ക് അസൂയ തോന്നാൻ പറ്റും. നമ്മുടെ ഷെസാം, കോക്ക്, അർജു അങ്ങനെ പലരും ഇതേമാതിരി തന്നെ വീഡിയോ ഇട്ട് തന്നെയാണ് അവരുടെ പൈസ ഉണ്ടാക്കുന്നതായാലും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതായാലും. സോ ബേസിക്കലി നമുക്ക് അവരോട് ആരോടും തോന്നാത്ത രീതിയിലുള്ള അസൂയാണ് ഇദ്ദേഹത്തിനോട് നമുക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മളിത് എങ്ങനെ അംഗീകരിച്ചു കൊടുക്കും? അതൊന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. വേറൊന്നും കൊണ്ടല്ല, ഇവൻ കാണിക്കുന്ന പോക്രിത്തരം കൊണ്ട് മാത്രമാണ്. ഈ പോക്രിത്തരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് അവൻ റിപ്പീരെല്ലാം ഇങ്ങനെ വാങ്ങി ഏറ്റവും അവസാനം നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ അവനെ പഞ്ഞിക്കിടുന്നൊരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ കേരളത്തിലെ നാട്ടുകാരായിട്ട് പഞ്ഞിക്കിടാത്തത് കൊണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനെതിരെ കർത്തവ്യമായിട്ട് സ്വീകരിച്ച് ഇതിനെതിരെ മാതൃകാപരമായ ഒരു നടപടി എടുത്തതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ സന്തോഷമുണ്ട്. ഫ്രീ കിട്ടിയ സ്റ്റിക്കർ ഒട്ടിച്ച ഫൈനടിച്ച് കൈ കൊടുക്കുന്ന നാട്ടിൽ ഒരു കാറിനകത്ത് ബാർട്ടബ് ഉണ്ടാക്കി റോഡിൽ ഇറക്കിയ ധൈര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണ്ടേ? ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള നടപടികളെല്ലാം നമുക്ക് സഞ്ജു ടെക്കിയുടെ വീട്ടിലെടുത്ത് നമുക്ക് കാണാൻ പറ്റും. പുള്ളി ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്. പറഞ്ഞ പോലെ തന്നെ എല്ലാ നെഗറ്റീവ് കാര്യങ്ങളായാലും പോസിറ്റീവ് കാര്യങ്ങളെല്ലാം പുള്ളി എന്തായാലും ബ്ലോഗായിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് നമുക്കിനിയിപ്പോൾ അങ്ങോട്ട് ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം പുള്ളിയുടെ വീട്ടിൽ തന്നെ. നമ്മുടെ ചാനൽ എന്തായാലും ഫ്രഷ് ആയിരിക്കും. എന്തായാലും ഇനി അടുത്ത വീഡിയോയ്ക്കകത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ടായിരിക്കും വരുന്നത്. എന്തായാലും പുതിയ കാര്യങ്ങൾ നമ്മൾ കാണാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടായിരിക്കും ചാനൽ നമ്മൾ മുന്നോട്ട് ഓടിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് ചെറിയ വീഡിയോസ്, നമ്മുടെ റൈഡിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെ പ്ലേ ആവുന്നുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ബാംഗ്ലൂരിലെ ചെറിയ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതോടുകൂടി ഞാൻ എന്തായാലും ഇവിടെ സൈൻ ഓഫ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.